കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യൻ്റെയും പ്രസ്താവനയിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നു. വ്യക്തമായ മറുപടി പറയാനാകാതെ കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വം പ്രതിരോധത്തിലാണ്. ഇടതുപക്ഷം പാർലമെന്റിൽ ശക്തമായി ഈ വിഷയം ഉന്നയിച്ചിട്ടും ഏറ്റെടുക്കാത്ത കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ നിലപാടും സജീവ ചർച്ചയാവുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നൃപൻ ചേരുകയാണ്. നൃപൻ, ഈ വിഷയത്തിൽ ഈ വിവാദ പ്രസ്താവനകൾ കേരളത്തെ ഇകഴ്ത്തിക്കാട്ടുന്ന രണ്ട് കേന്ദ്രമന്ത്രിമാരുടെയും പരസ്യ നിലപാട് അത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. അതിനുശേഷം ഇന്നലെ ലോക്സഭയും രാജ്യസഭയും ചേർന്നപ്പോൾ തന്നെ ഇടതുപക്ഷം സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധിച്ചു. പക്ഷേ കേരളത്തിൽ നിന്നുള്ള UDF MP-മാർ ലോക്സഭയിൽ നിശബ്ദത പാലിച്ചു. കേരളത്തിലേക്ക് വന്നാൽ ബി.ജെ.പി. നേതൃത്വവും നിശബ്ദതയിലാണോ, മൗനത്തിലാണോ? ആ മന്ത്രിമാരെ പിന്തുണയ്ക്കാൻ, അവർക്ക് വേണ്ടി സംസാരിക്കാൻ കേരളത്തിലെ ബി.ജെ.പി. ഘടകം തയ്യാറാകുന്നില്ല എന്നാണോ? തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും ശരത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റെയിൽവേ ബഡ്ജറ്റിലും കേന്ദ്ര ബഡ്ജറ്റിലും പതിവിൽ പോലെ തന്നെ കേരളത്തിനോട് കടുത്ത അവഗണന, പ്രത്യേകിച്ച് വയനാട് ദുരന്തം പോലെയുള്ള കാര്യത്തിൽ വലിയ തരത്തിൽ കേരളം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ സഹായം ലഭിക്കുന്നില്ല. പ്രത്യേക പാക്കേജ്, സാമ്പത്തിക പാക്കേജ് ഉണ്ടാകുന്നില്ല. റെയിൽവേയിൽ പൂർണ്ണമായ അവഗണന ഉണ്ടാകുന്നു. ഇത്തരത്തിൽ കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് തന്നെ രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് കേരളത്തിൽ നിന്ന് കേന്ദ്ര മന്ത്രിസഭയിലുള്ളത്. അവരൊക്കെ തന്നെ ബി.ജെ.പി. ലീഡർഷിപ്പ് ഇക്കാര്യത്തിലൊക്കെ വല്ലാത്ത പ്രതിരോധത്തിലാവുന്നൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് രണ്ട് കേന്ദ്രമന്ത്രിമാരും കേരളത്തെ ഇകഴ്ത്തുന്ന, പ്രത്യേകിച്ച് മതേതര മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒപ്പം തന്നെ കേരളത്തെ ഇകഴ്ത്തി കേന്ദ്രമന്ത്രി സംസാരിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് കാര്യങ്ങളിലും രണ്ട് മന്ത്രിമാർക്കുമെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം, ജനരോഷം കേരളത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. സംസ്ഥാന ബഡ്ജറ്റിലേക്ക് പോകുന്ന ഘട്ടമാണ്. കേന്ദ്രത്തിൻ്റെ സഹായമൊന്നും ലഭിക്കുന്നില്ല. ഇവർ ജയിച്ചു പോയിട്ട് എന്താണ് ചെയ്തത്? കേന്ദ്രത്തിൽ നിന്ന് കേരളത്തെ പ്രതികരിക്കുന്ന മന്ത്രിമാരുണ്ടായിട്ട് പോലും ഈ ബി.ജെ.പി. നേതാക്കൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ എവിടെയാണ് എന്ന ചോദ്യം കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ മറുപടി പറയാൻ കഴിയാത്ത വലയുന്നൊരവസ്ഥ കേരളത്തിലെ ബി.ജെ.പിയിലുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ വിവാദ പ്രസ്താവന കൂടി വരുന്നത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ബി.ജെ.പിയുടെ ലീഡർഷിപ്പിലെയും അതോടൊപ്പം തന്നെ അതിനകത്ത് ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുന്ന, കാര്യങ്ങൾ വിശദീകരണം നൽകുന്ന നേതാക്കൾക്ക് പോലും വ്യക്തമായ മറുപടി പറയാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. ഒപ്പം തന്നെ ശക്തമായ പ്രതിഷേധമാണ് വിവിധ കോണുകളിൽ നിന്ന്, രാഷ്ട്രീയമായും ഒപ്പം തന്നെ രാഷ്ട്രീയത്തതീതമായി വിവിധ രംഗത്തുള്ളവരുടെയും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ ഉയർന്നു വരുന്നത്. പാർലമെൻറ്റിൽ അകത്തും പുറത്തും, രാജ്യസഭയ്ക്കകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം ഇടതുപക്ഷം തന്നെ കൊണ്ടുവന്നു. സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നാണ് ജോൺ ബ്രിട്ടാസ് MP ആവശ്യപ്പെട്ടത്. ഒപ്പം തന്നെ രാജ്യസഭ ഇത് നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് MP കൂടിയായിട്ടുള്ള സന്തോഷ് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ശക്തമാകുമ്പോഴും നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ പ്രതിപക്ഷം UDF MP-മാർ പാർലമെൻറ്റിനകത്ത് എന്ത് നിലപാടെടുത്തു എന്ന ചോദ്യവും ഉയർന്നു വരികയാണ്. അവർ അക്ഷന്തവ്യമായ മൗനമാണ്. കേരളത്തെ ഇക്കാര്യത്തിൽ സാമ്പത്തികമായി തകർക്കാനുള്ള ശ്രമം കേന്ദ്ര ബഡ്ജറ്റിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നു. ഒപ്പം തന്നെ കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവന കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിൽ UDF MP-മാർ രാജ്യസഭയിലും ലോക്സഭയിലും എന്ത് പ്രതികരണമാണ് നടത്തിയത് എന്ന ചോദ്യം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഒരു തരത്തിലുള്ള ഒരക്ഷരം പോലും ഇക്കാര്യത്തിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടില്ല. ഇക്കാര്യത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ആർക്കൊപ്പമാണ് എന്ന ചോദ്യവും കൂടി ശക്തമായി രാഷ്ട്രീയ കേരളം ഉയർത്തുന്നുണ്ട്. അക്കാര്യത്തിൽ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷം എന്ത് മറുപടി പറയുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ബി.ജെ.പി. ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട്, കാരണം സുരേഷ് ഗോപിയെ ഇതിൻ്റെ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും പല ഘട്ടങ്ങളിലും ബി.ജെ.പി. സംസ്ഥാന ലീഡർഷിപ്പിന് ഒരു തരത്തിലുള്ള കൺട്രോൾ ഉള്ള ഒരു നേതാവല്ല സുരേഷ് ഗോപി. ഒപ്പം തന്നെ ഇത്തരത്തിൽ വിവാദ പ്രസ്താവനകൾ അദ്ദേഹം തുടർച്ചയായി നടത്തുകയും ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളിലും ബി.ജെ.പി. ലീഡർഷിപ്പിന് വിയോജിപ്പുണ്ട് എങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ ഏക കേരളത്തിൽ നിന്നുള്ളൊരു MP-യാണ്. അതുകൊണ്ട് പരസ്യമായി അവർക്ക് തള്ളിപ്പറയാനും കഴിയില്ല. തള്ളിപ്പറഞ്ഞാൽ തന്നെ സുരേഷ് ഗോപിയുടെ പ്രതികരണം ഏത് തരത്തിലാണ് ഉണ്ടാവുക എന്ന ആശങ്കയും ബി.ജെ.പി. സംസ്ഥാന ലീഡർഷിപ്പിനുണ്ട്. അതുകൊണ്ട് തുടർച്ചയായ സുരേഷ് ഗോപിയുടെ ഇത്തരത്തിലുള്ള വിവാദ പ്രതികരണങ്ങളിൽ വല്ലാത്ത ബുദ്ധിമുട്ട് കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വം അനുഭവിക്കുന്നുണ്ട്. ഒപ്പമാണ് ഈ വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് മറുപടി പറയാനുള്ള ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസം കൃഷ്ണദാസിൻ്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. പലതരത്തിൽ ഒഴിഞ്ഞു മാറാനും വ്യക്തമായ മറുപടി പറയാൻ കഴിയാതെ അദ്ദേഹം ഈ കാര്യത്തിലുള്ള ബി.ജെ.പി. സംസ്ഥാന ലീഡർഷിപ്പിൻ്റെ ഒരു അസ്വസ്ഥത അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ശരത്ത്. ശരി, നൃപനാണ് വിശദാംശങ്ങൾ നൽകിയത്. രണ്ട് തരത്തിലാണ്. ഒന്ന്, ഈ കേന്ദ്രമന്ത്രിമാരുടെ കേരള വിരുദ്ധ നിലപാട് വളരെ പരസ്യമായി തന്നെ അവർ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.
അതേസമയം തന്നെയാണ് അതുപോലെ തന്നെയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഏറ്റവും ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ ചാതുർവർണ്ണയ നിലപാടുകളെ ഉള്ളിൽ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ മനുസ്മൃതി വാദവുമായി മുന്നോട്ട് പോകുന്ന ഒരു കേന്ദ്ര സഹമന്ത്രിയാണ്. അതിൽ പ്രധാനമന്ത്രി അടക്കം ഇടപെടണം. അതായത് ആദിവാസി വകുപ്പും ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി മേൽജാതിക്കാർ അല്ലെങ്കിൽ ആ നില ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾ, ഒരു ബ്രാഹ്മണൻ തന്നെ ആ വകുപ്പ് കൈകാര്യം ചെയ്യണം എന്ന നിലയിലൊക്കെ സംസാരിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഇന്നലെ മന്ത്രി പി രാജീവ്, ഇപ്പോൾ നൃപൻ സൂചിപ്പിച്ചതുപോലെ മന്ത്രി പി രാജീവ് ദില്ലിയിൽ വെച്ച് പറഞ്ഞത് ഇത് കേരളത്തിലെ UDF ഏറ്റെടുക്കേണ്ടതാണെന്നുള്ള കാര്യത്തിൽ, ലോക്സഭയിലേക്ക് വിഷയം കൊണ്ടുവരേണ്ടതാണെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ അതിനുമപ്പുറം കോൺഗ്രസ് ദേശീയ നേതൃത്വം ഈ വിഷയം ഏറ്റെടുക്കേണ്ടതാണ് എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് ഇക്കാര്യങ്ങളിലൊക്കെ പാലിക്കുന്ന തികഞ്ഞ മൗനം എന്നുള്ളതുണ്ട്. രാജ്യസഭയിലേക്ക് പോയാൽ ഇന്നലെ തന്നെ രാജ്യസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് രാജ്യസഭാംഗം സന്തോഷ് കുമാർ നോട്ടീസ് നൽകി. സഭയ്ക്ക് പുറത്ത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും CPIM അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതിഷേധ പരിപാടികൾ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ സംഘടിപ്പിച്ചു. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് ലോക്സഭയിൽ ഇതൊന്നും അറിഞ്ഞ മട്ടില്ലാത്ത വിധം കേരളത്തിൽ നിന്ന് പോയ UDF MPമാർ വളരെ സുഖകരമായി ഇതിലൊന്നും ഒരു രാഷ്ട്രീയ വിയോജിപ്പും അവതരിപ്പിക്കാതെ അറിയിക്കാതെ ലോക്സഭയിൽ തുടരുന്നു എന്ന സാഹചര്യമുള്ള പ്രിയങ്ക മുതൽ ഇങ്ങോട്ട് എല്ലാ നേതാക്കളും, പ്രിയങ്കയും KC വേണുഗോപാലും വളരെ സീനിയറായ കൊടിക്കുന്നിലിനെ പോലെയൊക്കെയുള്ള നേതാക്കളൊക്കെ MPമാരായിരിക്കുന്ന ശശി തരൂർ അടക്കം ഇവരെല്ലാമുള്ള ഒരു സഭയാണ്, ലോക്സഭയാണ്. യഥാർത്ഥത്തിൽ ഇതിനോടൊരു നിശബ്ദത പാലിച്ചുകൊണ്ട് ഒരു മൗന പിന്തുണയാണ് യഥാർത്ഥത്തിൽ ആ നിലയിൽ ഈ മന്ത്രിമാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തെക്കുറിച്ചല്ലേ, കേരളത്തിൽ തങ്ങൾ പ്രതിപക്ഷത്താണല്ലോ, എന്നാൽ പിന്നെ അങ്ങനെയൊക്കെ പറയട്ടെ എന്ന നിലയിൽ അതിനൊരു പിന്തുണയും മൗനാനുവാദവും കൊടുക്കുന്ന നിലയിലേക്കൊക്കെ പോകുന്നത് നമ്മൾ കണ്ടതാണ്. നൃപൻ, ഇത് കേരളത്തിൽ പല ഘട്ടങ്ങളിൽ കേരളത്തിലെ UDF കേരളത്തിൻ്റെ പൊതു ആവശ്യങ്ങളോടൊപ്പം മുഖം തിരിഞ്ഞു നിൽക്കുന്നു. അവരുടെ പ്രതിപക്ഷ രാഷ്ട്രീയം, സർക്കാർ വിരുദ്ധ മനോഭാവമാണ് അതിലുമുള്ളത് എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 365 ദിവസത്തിൽ 364 ദിവസവും കേന്ദ്രം കേരള വിരുദ്ധ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തെ കണ്ടുകൊണ്ട് പിന്തുണയ്ക്കാത്ത പ്രതിപക്ഷത്തിന്, ലോക്സഭാംഗങ്ങൾക്ക് യഥാർത്ഥത്തിൽ കേന്ദ്ര ബജറ്റ് ദിവസത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തെ തഴഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയേണ്ടതായി വരുന്നുണ്ട്. ബജറ്റ് ദിവസം നമ്മളത് കണ്ടതാണ്. എല്ലാ UDF അംഗങ്ങളും കേരളത്തെ പൂർണ്ണമായും തഴഞ്ഞു. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതെല്ലാം, ഇപ്പോൾ കൊടുക്കുന്നിലൊക്കെ പറയുന്നുണ്ട്, സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട രേഖകളെല്ലാം കൊടുത്തു, എല്ലാ തരത്തിലും കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അവതരിപ്പിച്ചു, പക്ഷേ ഒരു പരിഗണനയും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അതിനോടാണ് കേന്ദ്രമന്ത്രിമാർ ഇത്ര നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചത്. അതിനോട് പ്രതികരിക്കാൻ, അതിന് കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ എന്തുകൊണ്ടാണ് UDF MPമാർ തയ്യാറാകാത്തത് എന്നൊരു രാഷ്ട്രീയ ചോദ്യം യഥാർത്ഥത്തിൽ അവർക്ക് നേരെ ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതൊരു തരത്തിലും മനസ്സിലാക്കാതെയാണ് അവരുടെ രാഷ്ട്രീയ നേതൃത്വം പോകുന്നത്. മറുഭാഗത്ത് നൃപൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിലെ BJP ചെന്നുപെട്ടിരിക്കുന്ന ഒരു അവസ്ഥ മാരകമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാംഗമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയ ആളാണ് സുരേഷ് ഗോപി. തള്ളാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയാണ്. മറുഭാഗത്ത് ജോർജ് കുര്യൻ വളരെ കരുതലോടെ സംസാരിക്കുന്നയാളാണ്. പക്ഷേ അന്ന് നമ്മൾക്ക് വേണ്ടി സിബി നിരന്തരം ചോദിച്ചപ്പോഴാണ് നിലവിട്ട് അല്ലെങ്കിൽ പരുഷമായിട്ട് അല്ലെങ്കിൽ എല്ലാ ചോദ്യങ്ങളും ചോദിക്കാൻ ഇദ്ദേഹത്തെ മറ്റു മാധ്യമപ്രവർത്തകർ ചുമതലപ്പെടുത്തിയിരിക്കുകയാണോ എന്നൊക്കെ സിബിയുടെ ചോദ്യങ്ങളോട് അസ്വസ്ഥനാകുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് പറഞ്ഞത് കേരളം പാപ്പരാണെങ്കിൽ കേരളം പിന്നോക്കാവസ്ഥയാണ് എന്നങ്ങ് പ്രഖ്യാപിക്കുക, എന്നാൽ വല്ലതും തരാം എന്ന ഒരു നിലപാടിലേക്ക് ജോർജ് കുര്യനും മാറിയത്. അപ്പോൾ ഇത് BJPയും വല്ലാതെ വെട്ടിലായ സാഹചര്യം. ജനങ്ങളോട് ചർച്ചകളിൽ പോലും ഞാൻ ശ്രദ്ധിച്ചതാണ്, ചാനൽ ചർച്ചകളിൽ പോലും പ്രതിനിധികളെ BJP അയക്കുന്നതേയില്ല. നൃപൻ, ശരത്ത്, തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം കേരളത്തിലെ BJP സംബന്ധിച്ചിടത്തോളം എന്ത് നിലപാടെടുക്കുമെന്ന ആശയക്കുഴപ്പം അവർക്കുണ്ട്. കാരണം കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന ജനപ്രതിനിധിയായിട്ടുള്ള സുരേഷ് ഗോപി തന്നെ മത്സരഘട്ടത്തിൽ അദ്ദേഹം എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് തൃശ്ശൂർ പോലുള്ള ലോക്സഭാ മണ്ഡലത്തിൽ നൽകിയത്. അദ്ദേഹം തൃശ്ശൂർ മാത്രമല്ല, അദ്ദേഹം വയനാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പോയപ്പോൾ അവിടെ പോയി വാഗ്ദാനം നൽകിയ ഒരാളാണ്. അങ്ങനെ വിവിധ തരത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ അങ്ങനെ എല്ലാ മേഖലകളിലും പോയി വാഗ്ദാനം നൽകുന്ന BJP നേതാക്കൾ പക്ഷേ കേന്ദ്ര ബഡ്ജറ്റിൽ തുടർച്ചയായി കേരളത്തെ അവഗണിക്കുകയാണ്. കേരളം പതിറ്റാണ്ടുകളായി ആവശ്യപ്പെടുന്ന, കേരളത്തിന് ലഭിക്കേണ്ട അർഹമായ ആനുകൂല്യങ്ങൾ പോലും കേരളത്തിൽ ലഭിക്കുന്ന, കേരളം എന്ന സംസ്ഥാനം ഇന്ത്യയുടെ ഈ പറയുന്ന രാജ്യത്തിൻ്റെ പട്ടികയിൽ, സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒരു പദത്തിൽ പോലും പ്രയോഗിക്കാതെ കേന്ദ്ര ബഡ്ജറ്റ് പരാമർശിക്കാതെ പോകുന്നു. അത്തരത്തിൽ വലിയ തരത്തിൽ അവഗണന നേരിടുമ്പോൾ BJP കേരളത്തിലെ ലീഡർഷിപ്പ്, സാധാരണ
ചിന്തിക്കുന്ന നേതാക്കൾ മാത്രമല്ല സാധാരണ പ്രവർത്തകരും അനുഭാവികളൊക്കെ ഉണ്ടാവുമല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം മറുപടി പറയാൻ കഴിയാത്ത ഒരു അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഒപ്പമാണ് ഈ രണ്ട് മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള വിവാദ പ്രസ്താവന കൂടി വരുന്നത്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷം അവർക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നുണ്ടോ എന്ന സംശയം ഈ വിവാദ പ്രസ്താവന അടിസ്ഥാനത്തിൽ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ശരത്. ശരി.